അവർക്കും പോകണമായിരുന്നു. ഏതായാലും അവർ നേരെ കിടപ്പുണ്ട്. അവരെ ഒന്ന് ആ സൈഡിലേക്ക് അടുപ്പിച്ചാൽ മതി. ബുദ്ധിപരമായിട്ടാണ് ഏതായാലും അരിത്തോട് ജലോത്സവത്തിൽ കാണുന്നത്. ഏതായാലും മത്സരം അങ്ങ് ആരംഭിച്ചു കഴിഞ്ഞു. വെപ്പ് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ 10-ാം നമ്പർ വള്ളം പുന്നത്തറപ്പുരയ്ക്കൽ പോൾ കുര്യൻ വട്ടക്കാട്ടുപറമ്പിൽ ക്യാപ്റ്റനായിട്ട് BBC തലവടിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ 11-ാം നമ്പർ വള്ളം BG കരിപ്പുഴ ജോസി മാത്യു അതേ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ ശേഷം വിവരണത്തിന് ബിനോയ് ജയത്തോട്ടക്കാടിലേക്ക്. നന്ദി ശ്രീ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഒന്നാം ട്രാക്കിലൂടെ വരുന്ന പുന്നത്രപ്പുരയ്ക്കൽ തന്നെ ലീഡ് എടുത്തുകൊണ്ട് ഒരാൾ ലീഡിലേക്ക് പുന്നത്രപ്പുരയ്ക്കൽ കുതിക്കുന്നു. രണ്ടാം ട്രാക്കിലൂടെ PG കരിപ്പുഴ 2025 നെഹ്റു ട്രോഫിയിൽ പരാജയപ്പെട്ടെങ്കിൽ പുന്നത്രപ്പുരയ്ക്കലും PG കരിപ്പുഴ നെഹ്റു ട്രോഫിയിൽ പരാജയപ്പെട്ടെങ്കിൽ ഇതാ രണ്ടാം ട്രാക്കിലെ PG കരിപ്പുഴ തന്നെ മുന്നിലേക്ക് കുതിക്കുന്ന പച്ച ജേഴ്സി അണിഞ്ഞുകൊണ്ട് നമ്മൾ ഈ പച്ച ജേഴ്സിയൊക്കെ കണ്ടതാണ്. ചമ്പക്കുളം പ്രദേശത്തെ കായിക താരങ്ങൾ തുഴയുന്ന PG കരിപ്പുഴയാണ് അല്പം ലീഡെടുത്ത് കളിക്കുന്നത്. ചുവന്ന ജേഴ്സി അണിഞ്ഞ ഈ പ്രദേശത്തിന് വള്ളം പുന്നത്രപ്പുരയ്ക്കല് ട്രാക്കിൽ നമ്മുടെ മത്സരം ആരംഭിച്ചു വരുന്നുണ്ട്. ഫയർഫോഴ്സ് അധികാരികള് ആ വള്ളത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടല്ലോ, അതൊന്ന് വലിച്ചു കയറ്റിക്കുക. ഫൈനൽ വരികയാ, വെപ്പ് വള്ളങ്ങളുടെ ഫൈനലാണ്, തീപ്പൊരി പ്രകടനമാണ്. നിങ്ങൾക്ക് തന്നെ ഒരു ചലനവും ഇല്ലാതിരിക്കുന്നത്. ഓക്കെ, ആ ഫയർഫോഴ്സിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും വേഗം വള്ളം ട്രാക്കിൽ നിന്ന് മാറ്റണം. ഫയർഫോഴ്സിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെടണം. എത്രയും വേഗം ട്രാക്കിൽ നിന്നും ആ ജലറാണി വെള്ളം മാറ്റി തരണം. ഓക്കെ സാർ, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുന്നത്രപ്പുരയ്ക്കൽ ഒന്നാം ട്രാക്കിലൂടെ രണ്ടാം ട്രാക്കിലൂടെ PG കരിപ്പുഴ ജോസി മാത്യു ക്യാപ്റ്റനായ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന് PG കരിപ്പുഴ രണ്ടാം ട്രാക്കിൽ ഒരു രണ്ടാളിന് പിമ്പിലായിട്ട് പോകുമ്പോൾ എന്റെ പുന്നത്രപ്പുരയ്ക്കലെ പോൾ കുര്യൻ വട്ടക്കാട്ടുപറമ്പിൽ BBC തലവടിയുടെ പുന്നത്രപ്പുരയ്ക്കല് 1986 മുമ്പ് ജയ്ഹിന്ദ് കളകര വള്ളമായിരുന്നെങ്കിൽ ഇത് ഫാദർ തോമസ് പുരയ്ക്കലിന്റെയും മകൻ അജിൽ പുരയ്ക്കലിന്റെയും വള്ളം ഒന്നാം ട്രാക്കിലൂടെ ചുമല ജേഴ്സി അണിഞ്ഞുകൊണ്ട് വില്ലേജ് ബോട്ട് ക്ലബ് തലവടിയുടെ കരുത്തിലാണ്. ഇതാ പുന്നത്രപ്പുരയ്ക്കൽ ഡബിൾ ഹാട്രിക്ക് നെഹ്റു ട്രോഫിയിൽ നേടിയവരാണ്. പുന്നത്രപ്പുരയ്ക്കലെങ്കിൽ 3-4 ആളിനെ പിമ്പിലാക്കിക്കൊണ്ട് PG കരിപ്പുഴ ഈ നെഹ്റു ട്രോഫിക്ക് ശേഷം 3 നെട്ടായങ്ങൾ വിജയിച്ചവരാണ്. ഇത് 4ാം ജയം തേടി അവരിവിടെ വന്നപ്പോൾ പുന്നത്രപ്പുരയ്ക്കലിലെ കായിക താരങ്ങൾ അവരെ പിടിച്ചു കെട്ടുന്നൊരു കാഴ്ച ജോളി നോക്കുക. ആ ദൃശ്യങ്ങൾ കണ്ടോ? 2-3 ആളുകൾക്ക് മുന്നിലായി പുന്നത്രപ്പുരയ്ക്കൽ കുതിക്കുന്നൊരു കാഴ്ച. എന്റെ PG കരിപ്പുഴയെ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് ഒന്ന് തൊഴിൽ കുത്തിക്ക് ഫിനിഷിംഗ് ടച്ചിലേക്ക് വള്ളമെന്ന് കൊടുത്ത് 2 പങ്കാളികൾ കറങ്ങുന്നുണ്ട് കൊണ്ടാക്കൽ ബോട്ട് ക്ലബിൽ. എന്നാൽ ചുമല ജേഴ്സിക്കാർ ഫിനിഷിംഗ് ടച്ചിലേക്ക് വള്ളം കൊടുക്കുന്നു. ഓവർ ടു ചമ്പക്കുളം ജോളി എതിരിട്ട്. താങ്ക് യു മിസ്റ്റർ ബിനോയ് ജയത്തോട്ടക്കാട്. വെപ്പ് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ആരംഭിച്ച് ഒന്നാം ട്രാക്കിൽ വരുന്നു 10-ാം നമ്പർ വള്ളം പുന്നത്തറപ്പുരയ്ക്കൽ പോൾ കുര്യൻ വട്ടക്കാട്ടുപറമ്പിൽ BBC തലവടിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ 11-ാം നമ്പർ വള്ളം PG കരിപ്പുഴ ജോസി മാത്യുവിന്റെ നേതൃത്വത്തിൽ ഇതാ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് അല്പം മുൻപിലേക്ക് പുന്നത്തറപ്പുരയ്ക്കല് ഇല്ല, ഒപ്പമെത്തുന്നു PG കരിപ്പുഴ. ഇതാ പുന്നത്തറപ്പുരയ്ക്കലും BGയും തമ്മിലുള്ള പോരാട്ടം. ഇതാ പുന്നത്തറപ്പുരയ്ക്കല് ഇല്ല, PG എടുത്ത് തലവെക്കുന്നു. ഇല്ല, പുന്നത്തറപ്പുരയ്ക്കല് പുന്നത്തറപ്പുരയ്ക്കല് PG തന്നെ അല്പം മുൻപില്. ഇല്ല, പുന്നത്തറപ്പുരയ്ക്കല് PG ആണോ പുന്നത്തറപ്പുരയ്ക്കലാണോ? ഒപ്പം ഒരുപോലെ ആരും വിട്ടുകൊടുത്തില്ല. 1 ഇഞ്ചുകള് ഇവിടെ ജഡ്ജസ് ആണ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കേണ്ടത്. ഏതായാലും പുന്നത്തറപ്പുരയ്ക്കലും PG കരിപ്പുഴയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. അല്പം വ്യത്യാസങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കും. ഇനിയും കായിക ലോകം